അദ്ദേഹത്തെ ദൈവമായിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരിൽ നോക്കുമ്പോൾ അല്ല ആവശ്യമില്ലാതെ എന്തിനാ ഇവനൊക്കെ എവിടെ വന്ന നമ്മുടെ മണിച്ചേട്ടനെ എന്ന് പറഞ്ഞുള്ള ആ സംഭവം പറയുമ്പം ജാബർ വീണപ്പോൾ സന്തോഷിച്ച ഒത്തിരി പേരില്ലേ? എല്ലാക്കണോ പാനല് പിന്നെ തൂങ്ങാൻ വേണ്ടിട്ടല്ലേ എനിക്കിവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞു. കാരണം ഒരു ചൂടാ ഒരു നമ്പൂതിരിയോട് നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, നല്ലതേ വരുള്ളൂ. അത് പല ഇന്റർവ്യൂവിലും പറയാറുണ്ട് അല്ലേ? മമ്മൂക്കാൻ എനിക്ക് വലിയ ഇഷ്ടം. അതായത് ഇത് കണ്ട ഈ മാറാലൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ട് അതൊക്കെ ചെയ്തോണ്ട് വർക്ക് ചെയ്തോണ്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തന്ന ആ മഹത് വ്യക്തിയാണ് മമ്മൂക്ക. ഈ അവസ്ഥയിൽ ചിന്തിക്കുന്നു അങ്ങനെയാകാം. പിന്നെ മിമിക്രി അന്നേരം വയസ്സായി അതിന് പിന്നെ ഇലക്ട്രോണിക്സിന് കണ്ണറിയാമെങ്കിൽ അത് ചെയ്യാം, ഫോട്ടോഷയ്ക്കും കണ്ണുണ്ടെങ്കിൽ ഇത് ചെയ്യാം. അങ്ങോട്ടൊക്കെ എത്തി പിന്നെയും പോകാം എന്നുള്ള ചിന്താഗതി നമുക്ക് ഒന്നും നല്ലതാ. വീണ്ടും ലൊക്കേഷനിൽ വീണ്ടും ജാബർ എത്തിയിരിക്കുകയാണ്. അങ്ങോട്ട് പോയപ്പോൾ കുറച്ച് മോതിരവും ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് പീഡാൻ സംഭവിച്ചോ? അതായത് ഊരി വെച്ചു, അഭിനയിച്ചു. അതിനും അലിയുടെ വന്നിട്ട് വാ 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 എന്ന് വിളിച്ചില്ലേ? അപ്പൊ അത് സീനിലുള്ളല്ലേ? അല്ല അതിനാ നമ്മുടെ ഒരു അലങ്കാരമാണ്. അല്ലേ? കൂളിംഗ് ഗ്ലാസ് അവിടെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ അവിടെ കൊടുത്തില്ലേ? അപ്പൊ നമ്മള് പറഞ്ഞു വെച്ചതെന്ന് വേണം തുടങ്ങാൻ. അങ്ങനെയാണ് ആ യാത്രയിൽ നിന്നാണ് ഇത്ര തിരക്കിലേക്ക് എത്തിയെന്ന് പറഞ്ഞു. ഏത് മിമിക്രി ഇങ്ങനെ വന്നിട്ട് തിരക്കിലേക്ക് എത്തിയെന്ന് പറഞ്ഞു. ആ തിരക്ക് ഇപ്പൊ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടോ? എൻജോയ് ചെയ്യുന്നു. തിരക്കാണല്ലോ. നമ്മളിപ്പോ തിരക്കല്ലാന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ജനം ഇതൊക്കെ കണ്ടോണ്ടിരിക്കുമല്ലേ? ഈ പടത്തിലുണ്ട്, ആ പടത്തിലുണ്ട്, ഇതേ പടത്തിലുണ്ട്, അപ്പുറത്തെ പടത്തിൽ ഇങ്ങനെയുണ്ട്. അപ്പൊ തിരക്കാം. അങ്ങനെ അന്നേരം എൻജോയ്മെന്റ് ഇല്ലേ? ജോലി ചെയ്യുമ്പം എൻജോയ്മെന്റ് എന്നൊക്കെ പറയാൻ പറ്റുമോ? ജോലിയല്ലേ. ജോലി ഇല്ലാതെ ഇരിക്കുമ്പോഴല്ല വിഷമം. ജോലി ഉള്ളപ്പോൾ നല്ല രസമല്ലേ? ജാബറിന്റെ വരവുണ്ടല്ലോ, ഈ സിനിമയിലേക്കുള്ള ഒരു വരവ് കുറച്ച് സമയം എടുക്കേണ്ട വന്നു ജാബർ തിരക്കിലേക്ക് എത്താൻ വേണ്ടി അല്ലേ? അതെന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കയ്യൊപ്പ് സിനിമ ഉണ്ടായിരുന്നു. കയ്യൊപ്പ് എൻ്റെ ഒരു ആറാമത്തെ 7ാമത്തെ പടമാണ് കയ്യൊപ്പ്. 5ാമത്തെയാണ് 6ാമത്തെയാണ്. അന്ന് കയ്യൊപ്പ് എന്നൊരു ഫിറോസ് ബാബു എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ഞാൻ ചെയ്ത്. ഈ മമ്മൂക്കയുടെ കൂടെ ഹോട്ടൽ മൊത്തം തൂത്തുമായിരുന്നു. ഒറ്റ റിസപ്ഷനിസ്റ്റ് മാത്രമേ ഉള്ളൂ. അയാൾ തന്നെയാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇയാൾക്ക് ഇഷ്ടമില്ലാത്തവരുടെ ബാത്റൂമൊന്നും കഴിവൊന്നും കൊടുക്കൂല. എന്താ ചൂല് ഒന്ന് അടിച്ചു വാരി അങ്ങനെയൊക്കെ ഉള്ളൂ. ഒരു മൊടയനായി അയാള്. അപ്പൊ മമ്മൂക്കാൻ എനിക്ക് വലിയ ഇഷ്ടം. ബാലേന്ദ്രൻ എന്ന് പറയുന്ന കഥാപാത്രം. അപ്പൊ പുള്ളിയുടെ റൂം പുള്ളിയെല്ലാം എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കും. അങ്ങനെ പുള്ളി ഒരു ദിവസം റൂമിന്റെ പുറത്തുനിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഒരു കാർന്നോരായിട്ട് എല്ലാക്കണോ പാനല് പിന്നെ തൂങ്ങാൻ വേണ്ടിട്ടല്ലേ എനിക്കിവിടെ എന്നൊക്കെ പറഞ്ഞു. കാർന്നോര് ചൂടാ ഒരു നമ്പൂതിരിയോട് നമുക്ക് എന്നിട്ട് പറയുന്നുണ്ട് ജാഫർന്ന് ബാബു നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, നല്ലതേ വരുള്ളൂ. അത് ആ കയ്യൊപ്പി പറയുന്നുണ്ട്. അത് അന്ന് ഞാൻ കേട്ടിട്ട് അത് എൻ്റെ മനസ്സിൽ വെച്ച് വെക്കുക. അത് പല ഇന്റർവ്യൂവിലും പറയാറുണ്ട് അല്ലേ? അങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ പടത്തിനകത്ത് എനിക്ക് കിട്ടിയ കഥാപാത്രത്തെ രഞ്ജിത്ത് സാറിൻ്റെ പടം, രഞ്ജിത്തേൻ്റെ പടം ആ സിനിമ കഴിഞ്ഞിട്ട് എന്നെ അങ്ങനെ ഒരു വേഷത്തിന് ആരും വിളിച്ചില്ല. എനിക്ക് എൻ്റെ വാപ്പായോ എൻ്റെ ചേട്ടനോ ഒന്നുമല്ല സിനിമ പിടിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരൊന്നും അങ്ങനെ ഒത്തിരി പിടിക്കില്ല. അപ്പം അങ്ങനെ അല്ല. പിന്നെ ഈ എണ്ണം തയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ സിനിമയിൽ എന്നാ ഒരു വിശേഷം എന്നൊക്കെ ചോദിച്ചു പറയാറുണ്ട്. അതും ജനം എടുത്തു. പിന്നെ അങ്ങ് മാറി വന്ന് മഹേഷിൻ്റെ പ്രതിയാണ് ദിലീഷ് പോത്തൻ്റെ. അത് വന്ന് വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്ന സമയത്താണ് എനിക്കും അറിയാം ഒരു ഭീകര സംഭവത്തിലേക്ക് നമ്മൾ വന്ന്. കലാഭവമണി എന്ന് പറയുന്ന മനുഷ്യൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് 1.25 കൊല്ലം ഞാൻ വീട്ടിലിരിക്കുകയും ഇല്ലേ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് പോയ പടമൊക്കെ എനിക്കറിയാം. ഞാൻ ഈ പടം ചെയ്തില്ല, സ്വർണ്ണക്കടവ് ചെയ്തില്ല, തോപ്പിൽ ജോപ്പറിൻ്റെ സെറ്റിൽ നിന്ന് ജോണിച്ചേട്ടൻ്റെ അല്ലേ അതാ വന്നു. മമ്മൂക്കാടെ കാരവാൻ 3 കോടിയുടെ കാരവാനൊക്കെ വന്ന ആ സമയത്ത് ഞാൻ പടം ചെയ്യാതെ വീട്ടിൽ പോയില്ലേ. അപ്പോൾ ഞാൻ മൊത്തത്തിലങ്ങ് പണ്ടാ മിമിക്രിന്ന് ഞാൻ പോയി ഇനി ചെയ്യണ്ടെന്ന് പറഞ്ഞല്ലോ, സിനിമയും ഇനി ചെയ്യണ്ടെന്നുള്ള ധാരണയൊക്കെ വന്ന് അങ്ങനെ തീരുമാനമായിരുന്നു. ഇനി അങ്ങ് പോകണ്ട എന്നൊക്കെ. അങ്ങനെയാണ് കട്ടപ്പനയുടെ ഋത്തിക് റോഷന് നാദർഷായിക്ക വിളിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ ചായക്കടയിൽ നിന്നിട്ട് ഞാൻ ഈ വിഷ്ണുവിനോട് ഇത് പറയുന്നുണ്ട്, കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ നീ തന്നെ ആടാവേന്നും പറഞ്ഞ് ഇങ്ങനെ ചൂണ്ടുണ്ട്. പക്ഷെ അവൻ ചൂണ്ടി നമ്മുടെ ചൂണ്ടോടല്ലായിരിക്കും. വിഷ്ണു ലെവലില്ലാത്ത നടനായി പോയി. 3 പേരുടെ എൻ്റെ നേരെയായിരുന്നു. എന്താ ഞാൻ ചൂണ്ടിയപ്പോൾ ഈ 3 പേരുടെ എൻ്റെ നേരെയായിരുന്നു. അവിടെ ഞാൻ കയറ്റി ഈ ഇരിക്കുന്ന സമയം വരെ എനിക്ക് വീട്ടിൽ പോകാൻ സമയം കിട്ടില്ല. അറിയാല ഇതാണ് തിരക്ക്. അങ്ങനെ അതല്ല ഇങ്ങനെ ചൂണ്ടിയപ്പോൾ 3 പേരുടെ എൻ്റെ നേരെയുണ്ട്. വിഷ്ണുവും തിരക്കായി, ഞാനും തിരക്കായി. ചൂണ്ടിച്ചായിരിക്കും തമ്പരാനെ. നമ്മള് നോക്കി ചൂണ്ടി. മമ്മൂക്കാടെ കൂടെ ആദ്യം അഭിനയിക്കുന്ന പടമാണല്ലോ കയ്യൊപ്പ്. മമ്മൂക്കാടെ കൂടെ 3-4 പടം
ആ, ആ, ഉണ്ട്. കയ്യൊപ്പ്, രൗദ്രം, രൗദ്രം, പിന്നെ താപ്പാനല്ലാത്ത വൺ വേ ടിക്കറ്റ്, പിന്നെ വേറെ ഏതൊരു പടം കൂടെ ഉണ്ട്, 3-4 പടം ഉണ്ട്. ഇല്ല മമ്മൂക്കാട് കൂടെ ആദ്യം അഭിനയിക്കുന്ന കയ്യൊപ്പ. കയ്യൊപ്പ്. ഇപ്പൊ ഒരു പടം ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് ഒരു 3-4 പ്രാവശ്യം ഡേറ്റ് മാറി. ആരോമഞ്ഞണ്ണ. അപ്പൊ ഇങ്ങനെ വിളിച്ച് ലാസ്റ്റ് ഞാൻ സാന്ദ്ര തോമസിന്റെ പടം ഏറ്റെടുത്തപ്പോൾ ആ ഡേറ്റിൽ വന്നു. അവളെ പോകുമ്പോൾ ഭയങ്കര എല്ലാവരും നടക്കുക. ഞാൻ മോഹൻചേട്ടനോട് മോഹൻചേട്ടാ എന്നാ ചെയ്യണേ ഇതാ ഡേറ്റ് എന്ന് പറഞ്ഞു. മോനെ അയ്യോ സോറി കേട്ടോ, അതങ്ങനെ മാറിപ്പോയോണ്ടാ, നമുക്ക് അടുത്ത പടത്തിൽ ചെയ്യുന്നു. ടെർബോ ചെയ്യാൻ പറ്റില്ല, നമുക്കത് അടുത്ത് ഇപ്പം ഒന്നിച്ചു ഒന്ന് കാണാന്നൊക്കെ ഓർത്തായിരുന്നു. അല്ലെ മമ്മൂക്കാട് ആദ്യത്തെ ലൊക്കേഷനിലെ ഒരു ഓർമ്മ എങ്ങനെയാ? മമ്മൂക്ക ജാഫറിനെ കണ്ടിട്ടുണ്ടാവാം പ്രോഗ്രാമിലും. മമ്മൂക്കല്ലേ വിളിച്ചേ? അതാണ് ആ പ്രോഗ്രാമിലും ഇതൊക്കെ കണ്ടിട്ട് മമ്മൂക്ക വിളിക്കുവാണ് ചെയ്ത് ജാഫർ വേണം ആ കഥാപാത്രം എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ്? അത് എന്നെ തന്നെയല്ല വിളിച്ചേ, ഇത് ടിനി ടോമിനോടൊക്കെ ഏതോ ഒരു വർക്കിൽ വെച്ചിട്ട് പറഞ്ഞു എനിക്ക് 2 രക്ഷ കൊടുക്കാറുണ്ട്. നമുക്ക് പറയാം അങ്ങനെ ലൊക്കേഷനിൽ നിന്ന് പറയാം. ടിനിയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. 2 എനിക്ക് ഒന്ന് പെടുത്തണം എവിടെയും. അങ്ങനെ ബിജുക്കുട്ടിന് പോത്തമ്പാവ് കൊടുത്തു. ഈ ബിജുക്കുട്ടിന് ഞാനും ബിജുക്കുട്ടിന് പോത്തമ്പാവ് കൊടുത്തു, എനിക്ക് ബിഗ് ബി തന്നു. അപ്പൊ അതിനു മുമ്പ് അതായത് അതിനകത്തൊരു ചെറിയ സംഭവമായിപ്പോലെ ബിഗ് ബി എനിക്ക് തന്നപ്പോ പോത്തമ്പാവ അപ്പുറം നടക്കണ്ടല്ലോ. അപ്പൊ അങ്ങനെ അതിനകത്ത് ആ പുള്ളി ഇങ്ങനെ ആയി. പക്ഷെ ഈ ആൻഡ്രോയ് ഹോസ്പിറ്റലിനും മമ്മൂക്ക എല്ലാം കൂടെ തീരുമാനം എടുത്തിട്ട് ഞാൻ നമ്മുടെ നിസാർ സാറിന്റെ, നമ്മുടെ പഴയ നിസാർക്ക ഡയറക്ടർ ഇവിടെ പടം ചെയ്തല്ലോ, പുള്ളി ഞാൻ ചെയ്ത അതായത് ബുള്ളറ്റ് സിനിമയ്ക്ക് പുള്ളിയുടെ ഒരു മാർത്താണ്ഡൻ എന്ന അസോസിയേറ്റാ അദ്ദേഹത്തിന്. അപ്പൊ എനിക്ക് പെട്ടെന്നൊരു കോള് ആൻഡ്രോ ചേട്ടൻ്റെ വരുവാ. ജാഫറെ മമ്മൂക്ക പറഞ്ഞിട്ട് ഒരു പടത്തിനകത്തൊരു സാധനമുണ്ട്, കോഴിക്കോട് രഞ്ജിത്ത് സാറാ അതിന്റെ ഡയറക്ടർ, കയറി വേണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് ജോയിൻ ചെയ്തതെന്നല്ലേ. അപ്പൊ ഈ സാറിന്റെ സ്വഭാവമൊക്കെ അറിയാമല്ലോ, ആള് ശുദ്ധനാ പാവുക. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ മുറുക്കി എന്നാടാ എന്നൊക്കെ ചോദിക്കാൻ പേടിപ്പിക്കും. ഞാൻ പയ്യെ എങ്ങനെ ഇരുന്നപ്പോ ഈ മായാമൗഷമി, ഛായ ഗോവിന്ദ് ടീമൊക്കെ ഉണ്ട്, കൽപ്പന ചേച്ചിയുണ്ട്, മണിയമ്മൽ രാജുണ്ടൊക്കെ ഉള്ളൊരു വർക്കാണ്. ബൈചേട്ടൻ, നമ്മുടെ തിരുവനന്തപുരം ബൈചേട്ടൻ. ഞാനിങ്ങനെ ഇത് ആരോട് പറയുന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെൺപിള്ളേരോട് ഞാനെന്ന് പറയാൻ പറയും, അയ്യോ നിസാർ സാറിനെ അറിയാവോ, നിസാർ സാറിന് സിനിമയിലൊക്കെ വിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ വിടുന്നു, അവർക്ക് ഒന്ന് ചോദിച്ചു നോക്കാനാണ്. ആ പിള്ളേർ പറഞ്ഞു. ഞാൻ ചെന്ന് ചോദിച്ചു ഏത് സിനിമ, എൻ്റെ സീരിയൽ വന്നിട്ട് ജോയിൻ ചെയ്ത് സീൻ തുടങ്ങിയില്ല, അതിന് പോകണമെന്ന് നടപടി ഒന്നും കേസമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി വല്ലാതെ നമ്മൾ വിട്ടു, നമ്മൾ കേസ് വിട്ടു. പിന്നെ ഞാൻ നോക്കുമ്പോഴത്തേക്കും എൻ്റെ സീനുകൾ കയറി വരുക. എൻ്റെ ആ സിനിമയ്ക്കൊന്ന് മാർച്ചത് ഇങ്ങനെ എന്നെ വിടാൻ വേണ്ടിട്ടാ എന്നെ പാക്ക് ചെയ്തു. ഞാൻ കോഴിക്കോട് ഒന്ന് രാത്രി ഇറങ്ങി വെളുപ്പിനെ ഞാൻ ലൊക്കേഷനിൽ കയറി. ഈ കയറി അഭിനയിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും കണ്ടപ്പോ തന്നെ കിളിയിലൊന്നായി. കോഴിക്കോട് നാരായണൻ ചേട്ടനും ഞാനും മമ്മൂക്കായൊക്കെ ഉള്ളൊരു സാധനമാണ് വന്നെ. ഒരു ചൂലും പിടിച്ചോണ്ട് ഞാൻ ബാത്റൂമൊക്കെ കഴിക്കൊണ്ടുപോകുമ്പോൾ തന്നെ കിളികിലൊന്നും ഇങ്ങനെ പറയാം. അപ്പം എന്നോട് ചോദിച്ചാ നീ നിനക്ക് വല്ല പേടിയുണ്ടോ? ഞാൻ ചോദിച്ചു നിനക്ക് വല്ല പേടിയുണ്ടോ, ഉറക്കണല്ലോ. നമ്മൾ പേടിയുണ്ടെന്നേ. ചൂലും കൊണ്ട് ഈ ചൂല് കൈ വെച്ചോണ്ട് സ്റ്റഡി ആയിട്ട് നിന്ന് ഡയലോഗ് പറഞ്ഞു. സ്റ്റഡി ആയിട്ട് മമ്മൂക്ക ചിലപ്പോൾ ഓർത്തിരിക്കണമെന്നില്ല. ആ ക്രൂവിലുള്ള അസോസിയേറ്റ് ഡയറക്ടർ ഗോവൻ എന്ന് പറഞ്ഞ ആളൊക്കെ അതൊക്കെ ഓർത്തിരിപ്പുണ്ടായിരിക്കും. അങ്ങനെയുള്ള സംഭവം ഒന്നും അവരും ഓർത്തിരിക്കണ്ടല്ലോ, എനിക്കല്ല ഓർത്തിരിക്കണ്ടേ. ഞാനിത് വർത്തമാനം പറഞ്ഞപ്പോൾ ഈ കൈ എന്നിങ്ങനെ ഇച്ചിരി അകന്നായിരിക്കുന്നത്. നമ്മൾ ഈ അഭിനയിക്കുമ്പോൾ ഈ ഹാൻഡ് വർക്ക് ചെയ്യുന്ന ഹാൻഡിന്റെ കളി ഒക്കെ പഠിക്കണമെങ്കിൽ ഒത്തിരി സിനിമ ചെയ്താലും നമുക്ക് കാര്യങ്ങൾ നടക്കുള്ളൂ. ഇങ്ങനെ ഇരിക്കുക. അപ്പം ഇവര് തമ്മിൽ അങ്ങോട്ടും ഇംഗ്ലീഷിൽ പറയണ്ടെന്തോ രഞ്ജിത്ത് സാറും ഈ മമ്മൂക്കായും. ബേസിക്കൽ പ്രോബ്ലം, അതായത് ബേസിക്കലി തന്നെ ഇങ്ങനെയാ, അതിന് നമ്മൾ ഇങ്ങനെ അടിച്ചൊതുക്കി വെക്കണം എന്ന് എന്തോ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും പുള്ളി നമ്മൾ ഡയലോഗ് പറഞ്ഞപ്പോ ഇങ്ങനെ ചൂലും പിടിച്ചോണ്ട് സ്റ്റഡി പറഞ്ഞപ്പോഴേ കാണിച്ചാ ചൂല്, ആ ചൂലും കാണിച്ചേ കാണിച്ചു. അതായത് ഇത് കണ്ട ഈ മാറാലൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ട് ആക്കെ ചെയ്തോണ്ട് വർക്ക് ചെയ്തോണ്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തന്ന ആ മഹത് വ്യക്തിയാണ് മമ്മൂക്ക. നല്ല സഹായമായിരുന്നു. പിന്നെ നൊയമ്പായിരുന്നു അന്ന്. എനിക്ക് നൊയമ്പില്ലായിരുന്നു. എനിക്ക് ഈ ഓട്ടവും പാച്ചിലുമായിട്ട് നൊയമ്പ് ഇല്ലായിരുന്നു. എന്നിട്ട് നൊയമ്പ് മുറിക്കാൻ വിളിക്കും. കുറേ പഴവർഗ്ഗങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ തിന്ന് അങ്ങനെ തിന്ന്. എന്നിട്ട് ഒരു ഈത്തപ്പഴം എടുത്ത് ഞാനിങ്ങനെ കടിച്ച് ഇച്ചിരി എടുത്ത് നമ്മളങ്ങനെ പറക്കി തിന്നുള്ളൂ. അത് ഇങ്ങനെ ചെയ്തപ്പോൾ ഇതും കൂടെ കാണിച്ചു തന്നുണ്ടോ, ഇങ്ങനെ ഇച്ചിരി കഴിച്ചു. അങ്ങനെയൊന്നും അല്ല തിന്നുന്നത്. ഇതല്ലോ അങ്ങനെ. അപ്പൊ അല്ല നമുക്ക് അങ്ങനെയൊക്കെ ഇത്തിരി സഹായം ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ ഉണ്ടായിരുന്നേ
സിനിമയിലൊക്കെ വന്നുകൊണ്ടിരുന്ന. പിന്നെ ഈ വേറൊരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ ആൾക്കാർ ഇങ്ങനെ ചോദിക്കും, അതിന് മമ്മൂക്കയുടെ പടത്തില്ലേ, മോഹൻലാലിൻ്റെ ലാലേട്ടൻ്റെ പടത്തില്ലേ എന്നൊക്കെ ചോദിക്കും. ഞാൻ ചോദിക്കണമെന്ന് പറയാം, നമ്മളെ ആവശ്യമുള്ളവർ വിളിക്കുകയും ചെയ്യും. കാരണം നമുക്കിപ്പോൾ മമ്മൂക്ക അന്ന് തന്നെ ഇങ്ങനെ സഹായിച്ച് അങ്ങനെ ഏറ്റെന്ന് പറയും. എനിക്ക് അറിയുന്ന പുള്ളിനെ എപ്പോഴും സഹായം ചോദിക്കാൻ പറ്റില്ല. അതിനെ പുള്ളി ഇത് മാത്രം ഓർത്തിരിക്കുന്ന ആളാണ്. എന്തോരം ആൾക്കാരെ ഓർത്തിരിക്കുന്ന. ഇപ്പം അല്ലെങ്കിൽ നമ്മൾ വല്ല കൂടെപ്പുറപ്പ് കുടുംബം എന്തൊക്കെ വേണം അവനെ രക്ഷപ്പെടുത്തി വിടാൻ പറയും. ഒരു കരകയറ്റാൻ നൂല് പിടിച്ചു വന്നു, അങ്ങനെ കയറി വന്നു നമ്മൾ. അങ്ങനെ പലരെയും പുള്ളി കയറ്റി വിടുന്നില്ല. ഇവരെല്ലാവരും ഇതൊക്കെ ചെയ്യുന്നുണ്ട്, വലിയ നടന്മാരെല്ലാവരും പലരെയും സഹായിക്കുന്നുണ്ട്. അപ്പോൾ കിട്ടുന്ന ഒരു സഹായത്തിൽ നിന്ന് കച്ചിത്തിരുമ്പേര് നമ്മൾ കയറണ്ട. അല്ലാതെ അവരുടെ പുറകെ തന്നെ എന്ന് എനിക്ക് തരാമോ എന്ന് ചോദിക്കാൻ എനിക്ക് കഴിവുകേടം കൊണ്ടാ ഞാൻ പിന്നെ രക്ഷപ്പെടാൻ പോകുന്നത്, അല്ലേ? നമ്മൾ പിടിച്ചു കയറണം. അല്ല ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് വയ്ക്കാൻ പറ്റില്ല. പിടുത്തം തന്നിട്ട് നമ്മളെ പിടിച്ചു കയറിക്കണം. അങ്ങനെ പയ്യെ വന്ന ആലി അങ്ങനെ പലരൊക്കെ ഇപ്പൊ എത്ര സിനിമയായി എണ്ണം അറിയാൻ പാടില്ലേ. അല്ല, ആ സ്നേഹബന്ധം മമ്മൂക്കാക്ക് ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. നിങ്ങളൊക്കെ അമ്മയുടെ പരിപാടിക്കൊക്കെ പോകുമ്പോ നമ്മളങ്ങനെ പുള്ളി ഇപ്പൊ ഇതെങ്ങനെയെങ്കിലും കേൾക്കുകയൊക്കെ ചെയ്യും. ഞാൻ അദ്ദേഹത്തിന് ചെല്ലുമ്പോഴത്തേന് ഞാൻ സലാം പറയും, പുള്ളി സലാം മടക്കും. ഞാൻ അത്രയും പറഞ്ഞിട്ട് ചിലപ്പോൾ ചോദിക്കും എന്താടാ ചോദിക്കുമ്പോൾ സുഖമായിട്ടിരിക്കുന്നു, ഇത്രയൊക്കെ ഉള്ളൂ. അല്ല നമ്മൾ കൂടുതലെന്ന് അദ്ദേഹത്തിനോട് ഞാൻ ചെന്ന് കുറെ സംസാരിക്കൂ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ മമ്മൂക്കായിട്ട് സംസാരിച്ചാലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നുമില്ല. നമ്മൾ കണ്ടു, ഒരാളെ കണ്ടു. നമ്മളൊക്കെ ജനിച്ചു വരുമ്പോൾ തൊട്ടൊന്നും ഞാൻ പറയൂല, നമുക്ക് ഓർമ്മ വെച്ച കാലം എന്നുള്ള കാണുന്ന ആ വലിയ വ്യക്തിനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഇതുണ്ട്, അതിൻ്റെ ഒരു ഇതൊക്കെ ആയിട്ടാണ് നമ്മൾ സംസാരിക്കാറുള്ളൂ. അല്ലാതെ കയറി ചുമ്മാ ഒന്നും പറയാനില്ല. നമ്മളെ ഒരു വളർച്ച കഴിഞ്ഞ ശേഷം അതുകൊണ്ട് എനിക്കൊരു ഗുണം എന്നാ അറിയോ, അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇപ്പം മമ്മൂക്ക വന്ന ഒരു സ്ഥലത്ത് ആരും അകത്തേക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞിടത്തേക്ക് നമുക്ക് ധൈര്യമായിട്ട് കയറി ചെല്ലാവുന്ന കയറി ചെന്നൊന്നും പറയൂല, അതെനിക്ക് ധൈര്യമുണ്ട്. നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ എന്താന്ന് പറയും, ചൂടാവില്ല, ഇരിക്കാനേ പറയുള്ളൂ. അപ്പം അതെനിക്കുണ്ട്. ഈ മമ്മൂക്ക പിന്നീട് കാണുന്നു, നമ്മുടെ ഈ വളർച്ചയൊക്കെ മമ്മൂക്കായും കാണുന്നുണ്ടല്ലോ, കാണുന്നുണ്ടാവുമല്ലോ. ഒത്തിരി വളർന്നു ഞാൻ ഇപ്പം 5 അടി 2 3 ഇപ്പോഴും ഉള്ളൂ, വ്യത്യാസമൊന്നുമില്ല. അല്ല, ഈ വളർച്ചയിൽ മമ്മൂക്കൊക്കെ ഒരു സന്തോഷമായിരിക്കും എപ്പോഴും. മമ്മൂക്ക അത് പരസ്യമായിട്ട് പ്രകടിപ്പിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെ, നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാറൊന്നുമില്ല. എന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഇനി സിനിമയിൽ നമ്മൾ ഒന്നും ചെയ്തിട്ട് ഒന്ന് വിജയിക്കാനുള്ള കൊള്ളൂലാക്കി ആയിക്കഴിഞ്ഞാൽ അവരുടെ ആ മൈൻഡിൽ തന്നെ നമുക്ക് മനസ്സിലാവൂലേ, നമ്മളൊക്കെ അവരുടെ മനസ്സിൽ നിന്ന് പോയി നമുക്ക് തോന്നിക്കും. അപ്പം അങ്ങനെയല്ല, കാണുമ്പോൾ ഒരു സംഭവമുണ്ട്. ഇത്തവണ അമ്മയുടെ മീറ്റിങ്ങിന് ഞാൻ പറഞ്ഞു ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേന് പെടുന്ന് ഞാൻ പറഞ്ഞു ഒന്ന് തോളത്ത് കൈയിടുന്നേ എന്ന് പറഞ്ഞു. ആ പടം ഞാൻ കാണിച്ചു തരാം. അതാ ചേർത്തും കുടിച്ചിട്ട് പുള്ളി തന്നെ എടുത്തെന്ന് എനിക്ക് തോന്നുന്നത്. പുള്ളിയാണ് സെൽഫി എടുത്ത, ലാലേട്ടനാണ്. ആരോടാരും സെൽഫി എടുത്തു. അപ്പൊ അങ്ങനെ അതൊന്നും നമ്മൾ നോക്കി. ലാലേട്ടനുമായിട്ട് ഇപ്പൊ ലാസ്റ്റ് ടൈം ബ്രോഡാഡി അല്ലേ ഇത്, ബ്രോഡാഡി ചെയ്തപ്പം പുള്ളി എന്നോട് ഒരു സംഭവം പറഞ്ഞു. ഞാൻ ആ നയൻതാര പടം കഴിഞ്ഞിട്ട് ഇത്രയും താടിയും വെച്ചിട്ടുണ്ടാ ബ്രോഡാഡി ചെയ്യാൻ പോയി. അപ്പം എന്താ താടി ഇത്രേ ഇതിന് വെച്ചതാ നല്ല ഞാനിങ്ങനെ അങ്ങനെയൊക്കെ അത് കാണിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. അപ്പൊ പൃഥ്വിരാജ് സാർ അപ്പോൾ അറിയുന്നത് എന്തോ പാൻറ്റിന്റെ ബെൽറ്റ് ശരിയാക്കണ്ടേ. അവിടെ നിന്ന് ഇങ്ങനെ എന്നോട് വിളിച്ചു, ജാഫറിന്റെ ഒരു ഫിലിം ക്യാൻ ഫെസ്റ്റിവലിൽ കിടന്ന് ഇങ്ങനെ എന്താ അത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് അറിയണത്, ഞാൻ അറിഞ്ഞില്ല. അപ്പൊ പറഞ്ഞു എന്തോ ഞാൻ പറഞ്ഞപ്പം പൃഥ്വിരാജ് സാർ അവിടെ നിന്ന് പൂരിപ്പിച്ചു, അത് ചുരുളിയല്ല അല്ലെങ്കിൽ ആ പടമല്ല, അല്ലാതെ ജാഫർ ജീപ്പ് എന്നിറങ്ങിയിട്ട് സ്പീഡിൽ പോയിട്ട് എന്തോ ഹോസ്പിറ്റലിലെ എന്തോ പനി കത്തി. അപ്പൊ ഞാൻ ആ പടത്തിന്റെ പേരെന്നാലും അപ്പൊ ഞാൻ പെട്ടെന്ന് പറയും ചേട്ടാ പിന്നെ ചുഴൽ എന്നാ പടത്തിന്റെ പേര്. ചുഴൽ അത് ക്യാനലുണ്ട്. അന്ന് പുള്ളി പറഞ്ഞപ്പോഴേ അറിയണേ. ഞാൻ പിന്നെ ഡയറക്ടറെ വിളിച്ച് വെച്ചപ്പോൾ ശരിയാ, അതിന് കിട്ടിയ ഒരു കുറേ അവാർഡ് കിട്ടി. നമുക്ക് പേഴ്സണലായിട്ട് കിട്ടിയിരുന്നുള്ളൂ. സൂപ്പർ നാച്ചുറാലിറ്റി ഫിലിം എന്ന് പറഞ്ഞിട്ട് 25 ലക്ഷം രൂപയുടെ അവാർഡൊക്കെ കിട്ടിയാണ്. എനിക്കറിയാൻ പാടില്ലായിരുന്നു ഈ പടം ഞാനാ ഹീറോ നായകൻ എന്നൊന്നും. എന്നെ വിളിച്ച് വെച്ച് കുട്ടിക്കാലത്ത് കൊണ്ടുപോയിട്ടേ 4 ദിവസം എന്ന് പറഞ്ഞു. എന്താ 4 ദിവസം കൊണ്ട് ഇട്ടങ്ങോട്ട് പണിത് ഞാൻ ചെയ്തു. പക്ഷെ ഞാനറിഞ്ഞു പറഞ്ഞാൽ ഞാൻ കൂടുതൽ കാശ് പോലും ചോദിക്കുന്നതായിരുന്നു. എന്നോട് പറഞ്ഞ പടം വന്നപ്പോ ഞാനത് അറിഞ്ഞില്ല. അങ്ങനെ പിള്ളേര് സെറ്റപ്പ് ഞാൻ ഒരു കാരണവരായിട്ട് അവിടെ കൂടി കണ്ട പടം. പടം അയ്യോ അല്ലാത്തൊരു പടം അത്. അങ്ങനെ പിന്നെ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മള് ലാലേട്ടനോട് ആദ്യം ചെയ്യുന്ന പടം
കാണ്ടഹാറല്ലേ, ലാലേട്ടൻ മാത്രമല്ല അമിതാഭ് ബച്ചൻ വരെയല്ലേ ഉള്ളൂ. അല്ലേ? അതെ അതെ അതെ. ലാലേട്ടൻ്റെ അവിടെ ലാലേട്ടന് കാണ്ടഹാറ്. അന്ന് ആ ലാലേട്ടനിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു? അന്നെത്തിയത് അങ്ങനെയല്ല, അന്ന് ഷിക്കാർ നടന്നോണ്ടിരിപ്പുണ്ട് ഇവിടെ, എവിടെ പൂയംകുട്ടിയിലെ. അപ്പം മണി എന്നുണ്ടല്ലോ, മണി എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു വരുമ്പോഴത്തേന് ജാഫർ ഒരു പാട്ട് പാടിയപ്പോൾ ഇതെന്ന് പറയുമ്പോൾ അങ്ങനെ ജാഫർ ജാഫർ എന്ന് പറയും. അപ്പോൾ എന്താ ഇത് അപ്പോൾ അങ്ങനെ എന്നൊക്കെ പറയും. അങ്ങനെ മണി എന്നോട് ഞാൻ വിളിച്ചപ്പോൾ ജാഫറെ ലാലേട്ടനുണ്ടായിരുന്നു, ലാലേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, ലാലേട്ടൻ ഇവിടുന്ന് അങ്ങനെയുള്ള പടക്കണേ മൂന്നാറിനല്ല ഊട്ടിക്കാണല്ലോ. അപ്പോൾ ഈ ഫോട്ടോ സെഷൻ വന്നു, എല്ലാവരുമായിട്ടൊന്നൊരു ഫോട്ടോ എടുക്കാൻ അമിതാഭ് ബച്ചൻ സാറ് ലാൽ സാർ എല്ലാം കൂടി കൂടുന്നൊരു പടം. ഞാൻ ഈ മൂലയ്ക്ക് എന്നിട്ട് ഈ സൈഡിൽ നിന്നു, സൈഡിൽ മനെ നിൽക്കുക, അങ്ങനെ നിൽക്കുക, ഇങ്ങനെ നിൽക്കുക എന്നൊക്കെ പറയല്ലേ. ജാഫർ അവിടെ ഇവിടെ വന്ന് നന്നായിട്ട് വിളിച്ചു നിർത്തി ഒരു ഫോട്ടോ എടുക്കും. അപ്പൊ എനിക്ക് മണി പറഞ്ഞ് മനസ്സിലായി. അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല, പിന്നെ അല്ല ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ നമ്മുടെ ഷോയ്ക്കൊക്കെ കാണുന്നേ ഉള്ളൂ, അമ്മയുടെ ഷോയ്ക്കൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും അമ്മനെ ഞാൻ പറഞ്ഞില്ലേ അന്നേരം നമ്മൾ ആ മോനെന്ന് വിളിച്ചു കഴിയുമ്പോഴത്തേനും ചേട്ടാ എനിക്കൊരു കാര്യം പറയും, അങ്ങനെ പോകാറില്ല, അങ്ങനെ പോകാറില്ല. അല്ല, അന്ന് ആ പടത്തില് ലാലേട്ടൻ, അമിതാഭ് ബച്ചൻ വലിയൊരു ടീമിനോടാണ്. പിന്നെ ഡയറക്ടർ ആരാ? മേജർ രവി സാർ. വലിയ ടീമിനോട് അഭിനയിച്ചത്. വലിയ പടമല്ലായിരുന്നു, ഈ പടമല്ലായിരുന്നു. അങ്ങനെ അമിതാഭ് ബച്ചൻ സാറിന്റെ അങ്ങേറുള്ള സീനിലല്ലേ അഭിനയിക്കുന്നത്. എന്റെ ഒരു ഭാഗ്യത്തെപ്പെട്ടല്ലേ അത്. എനിക്ക് എന്തേലും പറയാലോ, അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ആളുടെ കൂടെ അഭിനയിച്ചിട്ട് പറയാവുന്ന ഒരു സംഭവമില്ലേ, ഇല്ലേ? പിന്നെ തീർച്ചയായിട്ടും എലീനെ തെല്ലുന്ന നാട്ടിൽ തന്നെ നമ്മള് ബഹിഷ്കരിച്ചിരിക്കൊന്നും വേണ്ട. നമുക്ക് ആരോട് ഞാൻ ചെന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ തൊട്ട് വെക്കണം, നമ്മളേ പറയാലോ. അയ്യോ ഞാൻ കണ്ടിട്ട് എനിക്ക് പറയാം. അങ്ങനെയൊക്കെ ഒരു ഭാഗ്യമുള്ള ഒരു നടനാണ് താങ്കൾ. എന്താ വന്ന് കൂടുവാണല്ലോ. അതിപ്പം മണി പറയുന്നു, ലാലേട്ടനെ സ്വീകരിക്കുന്നു, അങ്ങനെ ഭാഗ്യം ഉണ്ടല്ലോ. അല്ല എന്നെ ഭാഗ്യം, ആ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന, എനിക്കെൻ്റെ ഉള്ളിൽ തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഏത് മനുഷ്യനും ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, കൈനീട്ട് വരുന്ന ധർമ്മം തണ്ടി വരുന്ന ഒരാളാണെങ്കിലും ഇനി ഈ ലോകത്തിൻ്റെ പ്രസിഡന്റാണെങ്കിലും ശരി, അത് മനുഷ്യൻ എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് ഞാൻ പെടുത്തുകയാണ്. മനുഷ്യനാ, പല സ്ഥലങ്ങളിലായിപ്പോയെന്നുള്ളൂ. ഇങ്ങേർക്ക് ഇങ്ങനെ കാണിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലേ? അതൊരു അയാളും ജീവിക്കുന്നില്ലേ, അല്ലേ? അതിനും മനുഷ്യനല്ലേ, മൂക്കുണ്ട്, കണ്ണുണ്ട്, ചെവിയുണ്ട്, ചുണ്ടുണ്ട്, എല്ലാം ഉണ്ട്. ഈ പറഞ്ഞ ലോക പ്രസിഡന്റിനും ഉണ്ട് ഈ പറഞ്ഞ സാധനമൊക്കെ, അല്ലേ? അപ്പൊ ഞാൻ കൊടുത്തിരിക്കുന്ന മനുഷ്യനേ ഉള്ളൂ, മനുഷ്യൻ. അതാ ഒരു മതവുമുണ്ട്, മനുഷ്യമതം. അത് വെച്ചിട്ട് നമ്മൾ മര്യാദയായിട്ട് ഇരിക്കും, മറ്റുള്ളവരെ കൂടെ ഒന്നും പറയിപ്പിക്കാതിരിക്കാൻ നോക്കും. അങ്ങനെ നോക്കി പോകുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെടുന്നതായിരിക്കും അവർക്കൊക്കെ, കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ അവർക്ക് കിട്ടുന്നത്. ഈ ജാഫറിന് ഒരു കടപ്പാടുണ്ടെങ്കിൽ, ഒരു വ്യക്തിയോടുണ്ടെങ്കിൽ ആരോടാണ്? വ്യക്തിയോടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ പോലെ പറയുന്ന ഒരു വ്യക്തിയോട് കടപ്പാടെന്ന് പറഞ്ഞാൽ എന്നെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ ഒരാൾക്കൊരു ടാലൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനകത്തേക്ക് ഒന്ന് കയറ്റി വിടാൻ ഒരാൾ വേണ്ടേ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ലളിതഗാനം പാടാൻ പോയി ഫസ്റ്റ് മേടിച്ചിട്ട് സെക്കൻഡ് മേടിച്ച പാസ് ചെയ്തു. അപ്പോൾ ഈ ഫീൽഡിൽ എനിക്ക് കടപ്പാട് ഏറ്റവും കൂടുതൽ രാജനിരിക്കുകയാണ്. രാജനൊന്നും ഒരു സ്ഥലത്ത് എത്തിപ്പെടാതെ പോയല്ലോ രാജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ എത്ര പേരെ നമുക്ക് എടുക്കാം. ഇപ്പം ഞാൻ സിനിമ ചെയ്യുന്നു, എന്നിലും എന്തുമാത്രം കഴിവ് ഉള്ള ആളുകൾ എൻ്റെ ബാക്കിലുണ്ടെന്ന് ആ ഒരു ചിന്ത ആദ്യം നമുക്ക് വേണം. ഈ സിനിമാ ലോകത്തെ നമ്മുടെ ബാക്കിൽ ആ പൊസിഷനൊക്കെ നികത്താൻ പറ്റിയ അതിലും വലിയ ആളുണ്ട്. നമ്മളൊന്ന് ക്ഷീണം വന്നു കഴിഞ്ഞാൽ അവിടെ ആ പൊസിഷൻ തുള അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആളുണ്ടെന്ന് മനസ്സിലായിക്കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അല്ലാതെ ഞാനാണ് ഈ ലോകത്ത്, ഇനി എന്നെ വെട്ടാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മാറി എന്ന് കഴിഞ്ഞാൽ ഇവിടെ പോസ്റ്റടി, പിന്നെ വീട്ടിൽ ഇരുന്നിട്ട് ഇപ്പം ഈ തിരക്ക്, അങ്ങോട്ട് കാറെ പോയി ഇങ്ങോട്ട് കാറെ പോയി, ഇന്നോവ മാറി കയറി വേറൊരു സെറ്റിൽ പോയി, ഇതൊക്കെയല്ലേ. ഈ സംഭവമൊന്നുമല്ല. പിന്നെ ഇത് ഫോണെടുക്കും, വീട്ടിൽ ഇരുന്ന് മൂഷിങ്ങി നാറി കഴിയുമ്പോഴത്തേക്കും 2 മാസമായിട്ട് അവിടെ പണിയൊന്നുമില്ല, എന്തെങ്കിലും ഈ അവസ്ഥയും ചിന്തിക്കണം. അങ്ങനെയാകാന്നേ. അതും ഇല്ലാതെ സീരിയല്, പഴയ സീരിയല്, പിന്നെ മിമിക്രി, അന്നേരത്തിന് വയസ്സായി. പിന്നെയുള്ള പരിപാടികളെന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടോറിക്ഷ പ്രസ്ഥാനം, അല്ലെങ്കിൽ പിന്നെ ഇലക്ട്രോണിക്സിന് കണ്ണറിയാമെങ്കിൽ അത് ചെയ്യാം, ഓട്ടോറിക്ഷയ്ക്കും കണ്ണുണ്ടെങ്കിൽ ഇത് ചെയ്യാം. അങ്ങോട്ടൊക്കെ എത്തി പിന്നെയും പോകാം എന്നുള്ള ചിന്താഗതി നമുക്ക് ഒന്നും നല്ലതാ. ചിന്തിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് അപകടം. ചിന്തിക്കാതെ പോയവരൊക്കെ അപകടത്തിൽ പോകും. വീട്ടിലിരിക്കുന്നവരുമുണ്ട്. അല്ല, വീട്ടിലിരിക്കുന്ന എന്തോരം പേരുണ്ട്.
അപ്പോൾ ഒരു പൊസിഷൻ കിട്ടിക്കഴിയുമ്പോൾ ആ പൊസിഷനിൽ നിൽക്കാൻ, ആ സ്പേസ് കൈകാര്യം ചെയ്യാൻ നമുക്ക് പടച്ചവൻ തന്നിട്ടുണ്ട് ആ കഴിവ്. ആ കഴിവിനെ, ആ പടച്ചവനെ മറന്നു പോയിട്ട് നമ്മൾ കണവണമെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറ്റും. നമുക്കും തിരിഞ്ഞു നോക്കാൻ പാടില്ല. ജാഫർ ഒന്ന് വീണപ്പോൾ സന്തോഷിച്ച ഒത്തിരി പേരില്ലേ? അങ്ങനെ ഞാൻ ചിന്തിക്കണല്ലോ കേട്ടോ. കാര്യം അല്ല, അങ്ങനെ സന്തോഷിച്ച ഒത്തിരി പേരില്ലേ അങ്ങനെ ഇതിൽ തന്നെ ഉള്ളവർ, നമ്മൾ സിനിമയിൽ തന്നെ ഉള്ളവർ, അല്ലെ ജാഫറുമായിട്ട് അടുത്ത് നിന്നവർ? അങ്ങനെ സന്തോഷിച്ചെന്ന് ഞാൻ പറയുന്നില്ല, സന്തോഷിച്ചെന്ന് പറയുന്നില്ല. ഇങ്ങനെയൊക്കെ പറയൂലേ, അല്ല ഇച്ചിരി കൂടുതൽ പോക്കൊക്കെ, അവിടെ പോക്ക് ഇച്ചിരി കൂടുതലായിരുന്നു, എൻ്റെ ഒന്നും ആവശ്യം, ഇങ്ങനെയൊക്കെ ചില അണിയുടെ അടുത്ത് അത്രയും അടുത്ത് ഒന്നിച്ച് കിടന്നുറങ്ങുക, രാജ്യങ്ങൾ ഇറങ്ങുമ്പോൾ പുള്ളി നമ്മളെ വിളിച്ചുകൊണ്ട് അതൊക്കെ ഉണ്ടാകുന്നൊരു സ്വാഭാവികപരമായിട്ട് ഒരാൾക്കാർക്ക്, ഒരേ പ്രൊഫഷനിൽ നിൽക്കുന്നവർക്ക് സ്വാഭാവികം. എനിക്കും ചിലപ്പം വേറെ വല്ലവരെ കുറിച്ച് തോന്നാതിരിക്കാം. അല്ലാതെ എന്നെ ആക്രമിച്ച് സംസാരിച്ച ആരൊന്നുമില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ദൈവമായിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അദ്ദേഹത്തെ ദൈവമായിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരിൽ നോക്കുമ്പോൾ തന്നെ ആവശ്യമില്ലാതെ എന്തിനാ ഇവനൊക്കെ അവിടെ വന്ന നമ്മുടെ മണിച്ചേട്ടനെ എന്ന് പറഞ്ഞുള്ള ആ സംഭവം പറയുമ്പം അവരെ ഞാൻ കുറ്റം പറയായിരുന്നേ. അവരെന്തിനാ ഞാൻ കുറ്റം പറയണേ? അവർ ദൈവം പോലെ കണ്ടുകൊണ്ടിരുന്ന ആളാ. തലേ ദിവസം രാത്രി ഉള്ളൂ, പിറ്റേ ദിവസം വൈകുന്നേരം മരണപ്പെട്ടു പോയില്ലേ. അപ്പൊ അവിടെ വന്നവരെ എല്ലാവരും ഇതാവൂലേ, ആൾക്കാർ നോക്കൂലേ, ഇവിടെ നമ്മുടെ മണിച്ചേട്ടൻ എന്ന് പറയുന്ന അവരുടെ നമ്മുടെ മണി മരിക്കുന്നത് വരെ ഇങ്ങനെയല്ല നിന്നേ. അപ്പൊ ആർക്കാന്ന് സംശയം വല്ലാത്ത? ആ സംശയത്തെ നമ്മൾ എതിർത്ത് പറയാൻ കൊള്ളാവും. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യും, അങ്ങനെ ആരും കാണിക്കുവാണെങ്കിൽ പൊന്നു തന്നെ അറിഞ്ഞില്ല കേട്ടോ, ഇനി എന്നെ തല്ലുവൊന്നും ചെയ്തേക്കില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ. പിന്നെ അതിനുശേഷം പ്രോഗ്രാമിനൊക്കെ പോയി കഴിയുമ്പോഴത്തേനും ചില ഇങ്ങനെ അങ്ങനെയുള്ള നോട്ടവും ഭാവമൊക്കെ കണ്ടുമ്പോഴത്തേനും എനിക്കും പേടിയായി. അപ്പം നമ്മളൊരു കാര്യം ചെയ്യും, ഞാൻ പടച്ചവനോട് പറയും പോലെ മണിയോടും പറയും, എന്നെ ഉപദ്രവിപ്പിക്കല്ലോ കേട്ടോ ആരെ കൊണ്ട്, ഞാൻ അറിഞ്ഞോന്ന് ഞാൻ ചോദിക്കും. അങ്ങനെയാ അനുഭവിച്ചു. അല്ല 1.25 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല അലി കണ്ട കാര്യമില്ല. അലി ഇത് തന്നെ എന്നോട് ചോദിച്ചിട്ടില്ലേ? അലിയുടെ ബോസ് നികേഷ് സാർ എന്നോട് ചോദിച്ചിട്ട് അലിയല്ലേ എല്ലാം സെറ്റപ്പ് ചെയ്തത്. അപ്പം അലിക്ക് അറിയാലോ വലിയ കാര്യമൊക്കെ. അപ്പം അങ്ങനെ തന്ന അഡ്വാൻസ് പൈസ വരെ തിരിച്ചു മേടിച്ചു അല്ലേ? പൈസ തിരിച്ച് മേടിച്ചില്ല, ചോദിച്ചു. പക്ഷെ ഞാൻ സാഹചര്യവശാൽ എൻ്റെ ഇല്ലായിരുന്നു, കൊടുത്തില്ല. അതൊക്കെ ഒരു അനുഭവമായിരുന്നു ജാഫറിന് അല്ലേ? ആ അനുഭവത്തിൽ ഞാൻ ഒത്തിരി ജാഫറിനോട് യാത്രയും ചെയ്തിട്ടുണ്ട്. അല്ല, എനിക്ക് ഏറ്റവും ഫീൽ ചെയ്ത ഒരു സംഭവം, പലതും വന്നെങ്കിലും ഒരു ട്രിപ്പ് എല്ലാം അഡ്വാൻസ് വന്നിട്ട് ജാഫറിനെ മാറ്റി നിർത്താൻ അറിഞ്ഞപ്പോഴാണ് എനിക്ക് സ്വാഭാവികമായിട്ട് ജാഫർ എന്നൊരു വ്യക്തിയോടുള്ള ഒരു അടുപ്പവും ഒരു സങ്കടവും തോന്നിയത്. അത് അന്ന് ആ ഒരു പൈസ ജാഫറിന് ജീവിക്കാനുള്ള പൈസയായിരുന്നു അല്ലേ? ജാഫറിനെ നിർബന്ധിച്ചു ഓരോ പൈസയ്ക്ക് വേണ്ടി തിരിച്ച് ഇത്തിരി നിർബന്ധിച്ചു. അത് ഏറ്റവും കൂടെ വിശ്വസിച്ച് നിന്ന ആള് തന്നെ പറയാണ് ജാഫർ വേണ്ട എന്ന്, ആ ട്രിപ്പിൽ വേണ്ട എന്ന്. അത് ജാഫറിന് ഒത്തിരി നൊമ്പരമായില്ലേ? അത് ഞാൻ രണ്ട് സംശയത്തിലാണ് എൻ്റെ. എനിക്കിപ്പോഴും സംശയമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് അത് വേറൊരാളും കൂടെ ഇല്ലാതെയായി. ആ ട്രിപ്പിൽ വേറൊരാളും കൂടെ ഇല്ല, ഞാൻ മാത്രമല്ല, ഞാനും വേറൊരാളും ആ ട്രിപ്പില്ലാതെയാണ് ആ ട്രിപ്പ് അമേരിക്ക പോയത്. അമേരിക്കൻ ട്രിപ്പായിരുന്നു. അതെ അതെ. പക്ഷെ ഞാനത് അതിനെക്കുറിച്ചൊന്ന് കണക്ക് കൂട്ടി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കന്ന് സിനിമ ഇല്ല, പോകുന്നില്ലല്ലോ. എനിക്ക് കുറച്ച് പൈസ തന്നുന്നുണ്ട്, അത് ഞാനിങ്ങനെ തന്നു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് അന്നേരം എന്ന് പറഞ്ഞ് മേടിക്കുന്ന ഒരാളല്ല ഞാൻ. ഞാൻ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ചുമ്മാ പൈസ ഒക്കെ എടുത്ത് അപ്പം അങ്ങനെ ഒരു ക്രിയേഷൻ നടക്കുകയാണ്. അപ്പം ഞാൻ ഇതിനു മുമ്പ് 2-3 പ്രാവശ്യം അമേരിക്കയിലും കാനഡയ്ക്ക് എന്തോരം സ്ഥലത്ത് പോയിട്ടുള്ള, അതിന് സൈൻ ചെയ്യണതിന് അളവൊക്കെ ഇല്ലേ, 12 ഒപ്പോ അതിന് വേണം, ഇതിന് 20 ഒപ്പോ വേണം, അങ്ങനെയല്ലേ. ഒരൊപ്പിട്ട് എന്നിട്ട് 50,000 രൂപ അഡ്വാൻസ് വരുന്നു. അപ്പം ഞാൻ ആ കൊണ്ടു തന്നാളെ പാലാരോട്ടം ജംഗ്ഷനിൽ വെച്ചിട്ട് കാറ് വന്ന് നിൽക്കുന്നു. ഞാൻ എൻ്റെ കാറോട് വെയിറ്റ് ചെയ്യുന്നു, അദ്ദേഹം കൂടെ വരുന്നു, ഒരു ഫയൽ തുറക്കുന്നു, അതൊന്ന് ഒപ്പിട്ടേ 50 രൂപ എടുത്ത് തരുന്നു. എന്നാൽ ശരിയെന്നാ പൊക്കോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു ബാക്കി അല്ല അതൊക്കെ പുള്ളി മേടിച്ചോളാന്നാ പറഞ്ഞത്. അത് പുള്ളി മേടിച്ചോളാന്നാ പറഞ്ഞത്. എനിക്ക് കിട്ടിയില്ല. കിട്ടി, പൈസ കിട്ടി. ആ പൈസ ഞാൻ കൊണ്ടുപോയി അത് വെച്ച് എടുത്തു. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി. പിന്നെ ട്രിപ്പിൽ ഞാനില്ല, ഞാനുമില്ല, മറ്റേ കക്ഷിയില്ല. അപ്പം ഞാൻ ഒന്ന്
ചോദിച്ചു. ഉം. ചുമ്മാ ചോദിച്ചു എന്താന്ന് ചോദിച്ചപ്പോഴത്തേനും അവിടെ ഇവിടെയും തട്ടാതെ സംസാരിച്ചതിൽ എനിക്ക് ക്യാഷ് അറേഞ്ച് ചെയ്ത് തന്ന ആളുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു ചിന്താഗതി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മാറ്റി നിർത്തിയവർ മാറ്റി നിർത്തട്ടെ. അവരൊക്കെ ഇപ്പം മാറി നിൽക്കുമല്ലേ സിനിമയിൽ നിന്ന്. അവർ മാറിയിരിക്കുന്നു, അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല, അവർ മാറി നിൽക്കുമായിരിക്കും, എനിക്കറിയില്ല. നമ്മളങ്ങനെ അതൊന്നും മനസ്സിൽ വെച്ചോണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അന്നത്തെ ആ സംഭവത്തിൽ എന്നെ എന്തൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പ്രവർത്തിച്ചിട്ടുണ്ടോ ഞാനിതൊന്നും എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ടു നടക്കുകയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്നേരം പറഞ്ഞു, അങ്ങനെ പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഞാൻ വിശ്വസിക്കുന്ന പടച്ച റഹ്മാൻ തമ്പുരാൻ എനിക്ക് തന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ എത്ര കാലത്തിന് ഒരു 10,000 കാലം എടുത്ത് വെച്ചിട്ട് വാ കെട്ടാൻ പറഞ്ഞ കുറച്ച് തുണിയിൽ നിന്ന് നമുക്ക് കെട്ടാം. ഒരു മനുഷ്യൻ്റെ വായൊന്നും അടയ്ക്കാൻ പറ്റില്ല. ഇവിടെ കേൾക്കും, ഒറ്റ എവിടെയും വിടും. ഇത് വെച്ചോണ്ടിരുന്നിട്ട് അയാളോട് അതിന് പ്രതികാരം ചെയ്യാനോ അല്ലെങ്കിൽ ഇന്ന പോലെ ചെയ്യണോ ഒരു പരിപാടിയില്ല. പിണങ്ങാനേ അറിയാൻ പാടില്ല. അതാ പറഞ്ഞ മനുഷ്യൻ എന്ന് പറയുന്ന ഒരാൾ അതും മനുഷ്യനായിട്ടേ കൂട്ടും. അതും ഒരു മനുഷ്യന് വരുന്ന ചാബല്യമായിട്ടേ കൂട്ടുള്ളൂ. ഒരാളെ കുറിച്ച് വേറെ എല്ലാം ആ പറഞ്ഞുണ്ടാക്കണം. പൈസ തന്ന ആള് ജാഫറിനൊന്ന് സഹായിക്കണമെന്നൊരു മനസ്സോടുകൂടി തന്ന ജാഫർ ഇങ്ങനെ ഇരിക്കുവാണ്, അതെ, അവൻ ആ പൈസ കിട്ടിയാൽ അത്ര ഉപകാരം. പിന്നെ അത് തന്ന ഞാൻ ഉറപ്പിച്ചോ അങ്ങനെ തന്നെ. അതായത് വേറെ രീതിയിൽ തന്നാ വാങ്ങിക്കൂല. വീട്ടിൽ വന്നിട്ട് കുറച്ച് പൈസ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. അന്നേരം പെണ്ണുമ്പിള്ളിക്ക് അറിയാലോ, ഒരു ചെറിയ കടയൊക്കെ ഇല്ലേ തത്തമ്മ. അപ്പോൾ ഉണ്ടായിട്ട് ഞാനിങ്ങനെ അത് പറഞ്ഞു രക്ഷപ്പെടാൻ നോക്കി. പൈസ വല്ലതും വേണമെന്നുള്ള രീതിയിൽ സംസാരം വന്നു. കടയൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആ മനസ്സിൽ തന്ന സിനിമകൾ എത്ര എഗ്രിമെന്റ് ചെയ്തതാണ് മാറിപ്പോയത്? എത്ര സിനിമകൾ മാറിപ്പോയായിരുന്നു? ഇങ്ങനെ മാറിപ്പോയാലും ഒരു പടം ഞാൻ പോയില്ല, അവിടെ വരാൻ പോലും പറ്റിയില്ല. ആ പടത്തിൽ വന്നിട്ട് ഞാൻ വരില്ലെന്ന് പറഞ്ഞേ. ഞാൻ സിനിമയിലൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അത് തൊടുപുഴ ദാസേട്ടനാ വന്നേ. ദാസേട്ടൻ മാറ്റി പറഞ്ഞത് ഇന്ന പോലെ എൻ്റെ വീട് തൊട്ടടുത്തല്ലേ, വീടിന്റെ വാതിക്കൽ കൂടെ പോണേ. അപ്പൊ ഞാൻ പോയില്ല. ഇല്ല ഏട്ടാ വരില്ല. സ്വർണ്ണക്കട വേപ്പണം തോപ്പിൽ ജോപ്പിന് പോയിട്ടന്നേ തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നേ ബാദുഷാനോട്. അത് നമ്മൾ തൊടുപുഴ ലൊക്കേഷൻ അല്ല വരുന്നത്, കാഞ്ഞാറിന്ന്. നമ്മള് മറ്റേ അതെ കറക്റ്റ് കാഞ്ഞാറ് സെറ്റൊക്കെ ഇട്ട ലൊക്കേഷനിൽ നിന്നാണ് തിരിച്ചു വരുന്നത്. താഴെ ഷാപ്പ് ലൊക്കേഷൻ ഇട്ടാണ്. അതെടുക്കുമ്പം മമ്മൂക്കയുടെ 3 കോടിയുടെ കാരവാൻ ആദ്യമായിട്ട് ലൊക്കേഷൻ ഇതിന്റെ പുറകിലേക്ക് എല്ലാവരും പോയി. അപ്പൊ ആ കാരവാനുമായിട്ട് ബന്ധപ്പെട്ട് ഈ നമ്മുടെ പുലി മരണപ്പെടുന്നതിന് തൊട്ട് ഏറ്റവും അവസാനം ചെയ്ത പടമുള്ള 3-ാം നാള്. ആ 3-ാം നാളില് ആ കാരവാനിൽ എപ്പോഴും എന്നെ വിളിച്ചു കയറ്റിയിരുത്തുള്ളൂ. അപ്പം എനിക്ക് അതും ഇതൊക്കെ കൂടി കാരവാനൊക്കെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് എൻ്റെ കോസ്റ്റ്യൂം കൊണ്ട് കിടപ്പുണ്ടായിരുന്നു. പറയാതെ പോയോ? എൻ്റെ കോസ്റ്റ്യൂം കൊണ്ട് കിടപ്പുണ്ടായിരുന്നു അവിടെ. ഞാൻ കോസ്റ്റ്യൂം ഇട്ട് മേക്കപ്പ് ചെയ്തിരിക്കുക. ഞാൻ പയ്യ വണ്ടിയിൽ കയറിയിട്ട് എൻ്റെ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, എൻ്റെ കാർ കൊടുത്തിട്ട് വീട്ടിൽ പോയി മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചു. വീട്ടിൽ ചെന്നപ്പോൾ പെണ്ണുമ്പിള്ളേക്ക് എന്തോ പന്തിയിടാന്ന് മിണ്ടിയില്ല, കയറി കുറ്റിയിട്ട് കിടന്നുറങ്ങി. വൈകുന്നേരം ആയി കഴിയുമ്പോഴത്തേനും ബാദുഷാടെ മാത്യൂസിൻ്റെ ഒരു 60 കോള്. എന്ത് പരിപാടി അടിച്ച് അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞു. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങോട്ടും ചീത്തവിലേക്ക് ഉണ്ടായി. എന്നിട്ട് ആ ബാധുവാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പണം തന്നെ. പിന്നെ അതല്ല, ഞങ്ങൾ അങ്ങനെ ആയിരുന്നു. അങ്ങനെയായിരുന്നു. ബാധുവൊന്നും അല്ലല്ലോ അതിനകത്ത് പ്രശ്നം. എൻ്റെ മാനസികാവസ്ഥ ഉണ്ടാക്കിയ ഒരു സംഭവം അത്. എൻ്റെ മാനസികാവസ്ഥ പ്രവർത്തിച്ച അങ്ങനെ ജാഫർ പോകുമ്പോൾ ജാഫറിന്റെ വെച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് അവിടെ. ക്യാരക്ടർ ആരോ മമ്മൂക്കയാണ്. അതൊന്നും ഞാൻ നോക്കില്ല. എനിക്ക് അവിടെ ഒന്നും അതൊന്നും ചിന്താഗതിയൊന്നും വന്നില്ല. ആ ചിന്താഗതിയിലൂടെ എല്ലാം നേരം സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഭയപ്പെടുന്നു പറഞ്ഞാൽ എനിക്ക് ജയിലിൽ പോവും അല്ലെങ്കിൽ എന്നെ പ്രതിയാക്കും എന്നുള്ള ഭയപ്പാടൊന്നുമില്ലായിരുന്നു. എനിക്ക് എൻ്റെ ഭയപ്പാട് എനിക്കറിയാം. കാരണം എൻ്റെ വീട്ടിലുള്ള എല്ലാവരും പള്ളി ജോലിക്കാരും വൈദികരും ഒക്കെയാണ്. ഞാൻ മാത്രമേ ഉള്ളൂ സിനിമയിലുള്ളൂ. അറിയാലോ എത്ര മുസ്ലിയാക്കന്മാരുടെ കുടുംബത്തിലുണ്ടെന്ന്. അവരും എല്ലാവരും ഈ വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ കയറിയിട്ട് പറയുന്നതന്നെ ഒരു കുത്തുബ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രസംഗത്തിൽ പറയുമല്ലോ, പറയും. അതായത് നമുക്ക് നിശ്ചിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും അല്ലേ. മുസ്ലിംസിന് നിശ്ചിതമായിട്ടുള്ളത് ഇന്ന പോലെയാണ്, അതാണ് ഇതാണ്, അക്കരുത്, മോട്ടിക്കരുത്, പിടിച്ചു പറിക്കരുത്, അതാണ് ഇതാണ്, ലഹരി വസ്തുക്കളോ മറ്റ് ലഹരി വസ്തുവിനെ എടുത്തിട്ട് കളിച്ചുകൊണ്ടിരിക്കുമല്ലോ ആൾക്കാർ. കള്ള്, ചാരായം, വാറ്റിയാരായം കണ്ണിന് കണ്ടിട്ടില്ലല്ലോ. അപ്പം അതെല്ലാം കൂടെ ഇട്ട് ക്ലബ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അങ്ങനെ ഒരു മുസ്ലിയാർ കയറിയെന്ന് വെള്ളിയാഴ്ച പറയുമ്പോൾ ആദ്യം ചേട്ടൻ്റെ മോനെ അടക്കിയിരുത്തും. എന്നിട്ട് ഞങ്ങളെ ഉപദേശിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവരുടെ അന്നം മുട്ടൂലേ എന്ന് എൻ്റെ വീട്ടിലുള്ള ഞങ്ങളുടെ ഏറ്റവും വലിയ മുസ്ലിയാർ എന്നോട് ചോദിക്കുമ്പം ഞാൻ എന്ത് ചെയ്യും? എന്താ ചെയ്യുന്നതിന്? അപ്പം ആ ഒരു സമ്മർദ്ദവും ആ ഒരു അങ്ങനെ 2-3 ചാനൽ പേരെടുത്തൊന്നും പറയില്ല, എനിക്കറിയാം. അങ്ങനെ എൻ്റെ വൈഫിന് ഇപ്പോഴും ഒരു ചാനലിൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അറിയാതെ വെച്ച് കഴിഞ്ഞാൽ ടക്കെന്ന് മാറ്റിക്കളയും. ഇപ്പോഴും പുള്ളി ചർച്ചയ്ക്കൊക്കെ ഉള്ളതാണ്. പക്ഷെ നമ്മൾ പേരെന്ന് നമ്മൾ പറഞ്ഞ ഒരു പക്ഷെ അതിന് ഇതെല്ലാം കഴിഞ്ഞിട്ട്
ഇതെല്ലാ കേസും തള്ളിപ്പോയി കഴിഞ്ഞിട്ട് അങ്ങേർക്കെങ്കിലും പറയാമായിരുന്നു, ദ്രോഹിച്ച ആൾക്ക് പറയാൻ പാടില്ലേ? അയ്യോ അത് തെറ്റിപ്പോ പറയില്ലല്ലോ. അതാ പറയുന്നത്, നമ്മുടെ അടിസ്ഥാനപരമായിട്ട് അത് എല്ലാവരും വലിയ അറിവൊക്കെ ഉള്ളവർ പറയും. മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു അന്തസ്സ് വേണം, അതിനൊരു മാന്യത വേണം എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ചുമ്മാ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ചിലപ്പോൾ മരണത്തിലേക്കോ ആത്മഹത്യയിലേക്കൊക്കെ പോകാം. ഒരാളൊന്ന് പിഴച്ച് വർത്താനം പറഞ്ഞാൽ മതി, ഇത് പിഴപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മതി. വെളിയിലിറങ്ങാൻ പറ്റുമല്ലോ, തിരുത്തി പറയുന്നില്ലല്ലോ. പത്രത്തിലെ ന്യൂസ് അങ്ങനെയല്ലേ, ഫ്രണ്ട് പേജിൽ ഇങ്ങനെ വരും. തെറ്റ് പറ്റി കഴിഞ്ഞാൽ ഏറ്റവും താഴെ ആ ചരമക്കുളത്തിന് താഴെ ഇന്നലെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു കുറിപ്പ് വരും. അതാരും നോക്കാനായി, അത് ചരമക്കുളത്തിൻ്റെ എന്നും പറഞ്ഞാൽ ആരും നോക്കൂല. അതൊന്നുമല്ല, എല്ലാത്തിനും എല്ലാ കാര്യത്തിനും അന്തസ്സ് വേണം. ഇപ്പം ഞാൻ ചെയ്യുന്ന എൻ്റെ തൊഴിലിൽ എനിക്ക് അന്തസ്സ് വേണം, താങ്കൾ ചെയ്യുന്നതിന് താങ്കൾക്ക് അന്തസ്സ് വേണം. എല്ലാവർക്കും മനുഷ്യത്വം ഉണ്ടായില്ലേ? വേണ്ട എന്ന് തോന്നിയെന്ന് പറഞ്ഞില്ല, സിനിമയും ഇനി വേണ്ട. സിനിമ ഉപേക്ഷിച്ച ഒരു മട്ടൊക്കെ ആയിരുന്നു. ഇനി കരകയറി വരാൻ പറ്റില്ല. കാരണം കൊച്ചിന്റെ കല്യാണം നടന്നിട്ടില്ല നേരം. മോളെ കെട്ടിച്ചുകൊണ്ടേ വാപ്പ ഇങ്ങനെ ഒരു വലിയ വല്ലാത്ത ഒരാളുടെ സംഭവമായിട്ട് ബന്ധപ്പെട്ടിരിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ പിള്ളേരുടെ ഭാവിയിലേക്കൊക്കെ കയറി വന്നാൽ. പക്ഷെ എൻ്റെ പിള്ളേരും പെണ്ണും പിള്ളയും നല്ല കട്ടയ്ക്ക് എൻ്റെ കൂടെ വന്നു. എൻ്റെ മോളെൻ്റെ കട്ടയ്ക്ക് എൻ്റെ കൂടെ ആയിരുന്നു മോള്. എന്തായാലും ഷൂട്ട് തുടങ്ങുന്നു, ലൊക്കേഷനിൽ വിളിക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഇന്റർവ്യൂ തന്നെ ഉള്ളോ അലിയുടെ ചാനലിൽ? നമുക്ക് കുറെ കാര്യങ്ങൾ, ജാഫറിന് ശരിക്കും ഒരു മനസ്സ് തുറക്കുന്ന ഒരു ഇന്റർവ്യൂ ആയിട്ടാണ് ഞാനിവിടെ വന്നതും. അതിനൊരു മാസം എടുക്കും. അല്ല, നമ്മൾ പറഞ്ഞല്ലോ ഇന്നലെ പറഞ്ഞു, നമുക്ക് ഒത്തിരി സമയം എടുത്ത് നമുക്ക് ഒത്തിരി പറയാനുണ്ടാവും എന്ന് പറഞ്ഞു. എനിക്ക് ജാഫറിന്റെ മനസ്സ് കുറച്ചറിയാവുന്ന ഒരു വ്യക്തിയാണ്, നമ്മൾ അത്ര അടുപ്പമുള്ളതാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ കുറച്ച് സമയങ്ങൾ ഇനിയുണ്ട്. ഇനി നമുക്ക് വൈൻഡപ്പിലേക്ക് അടുത്ത ഇതിൽ വൈൻഡപ്പ് പോയിട്ട് വരാം. ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. Oxygen, the cooling expert.